ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിൻസി ബിനു, ഡ്രീംസ് ഗാർഡനിൽ നിന്നും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇമ്പോർട്ടഡ് വെറൈറ്റി പ്ലാന്റ്സുകളും അതുപോലെ തന്നെ ഇന്ത്യൻ വെറൈറ്റി പ്ലാന്റ്സുകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി ഒരു സെയിൽ വീഡിയോ തന്നെയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്ലാന്റുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് പ്ലാന്റുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. കോളുകൾ ചെയ്തതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാൻ വരാം കേട്ടോ. ഇന്നും നമ്മൾ അടിപൊളി സൂപ്പർ വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ ആട്ടോ, അതും വെരി ഹെൽത്തി ആയിട്ടുള്ള ഫുൾ ഫ്ലവർ ഇട്ട പ്ലാന്റ്സുകൾ തന്നെയാണ് സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഒത്തിരി വെറൈറ്റീസ് പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. വീഡിയോ ഒരു അരമണിക്കൂർ നേരം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ എല്ലാവർക്കും റെസ്റ്റാണ് കേട്ടോ. എല്ലാവരും പണികളൊക്കെ തീർത്ത് ഒരു ഹാഫ് ആൻ അവർ നമ്മുടെ വീഡിയോയ്ക്കായിട്ട് ചിലവഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയുവാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കൊറിയറുകൾ പോകുന്നത് സ്പീഡ് പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC വഴിയും അതുപോലെ തന്നെ പെറ്റ് സർവീസ് വഴിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് പെറ്റ് സർവീസ് എന്ന് പലരും ചോദിക്കാറുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി പക്ഷിമൃഗാദികളെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ. അപ്പോൾ പെറ്റ് സർവീസിൻ്റെ വണ്ടികളിൽ നമുക്ക് പ്ലാന്റ്സുകൾ കയറ്റി വിടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ബോക്സിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഇപ്പോൾ അവർ ചാർജ് വാങ്ങിക്കുന്നത്. 300 to 500 വരെ ഇപ്പോൾ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ബോക്സ് വലിയ ബോക്സ് ആണെങ്കിൽ അവർ 500 വരെയും ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും സേഫായിട്ടുള്ളൊരു മാർഗ്ഗം തന്നെയാണ് പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ എന്ന് പറയുമ്പോൾ. അതായത് നമുക്ക് ഇവിടുന്ന് പ്ലാന്റ്സുകൾ ഇന്ന് ഉച്ചയ്ക്ക് അയച്ചാൽ നിങ്ങൾക്ക് സന്ധ്യയോടുകൂടി അല്ലെങ്കിൽ രാത്രിയോടുകൂടി ഇന്ന് തന്നെ കിട്ടുകയാണ് പ്ലാന്റ്സുകൾ കേട്ടോ. അത് തന്നെയുമല്ല, നമുക്ക് സെയിം പോട്ടുകൾ, അതായത് നമുക്കിവിടെ പ്ലാന്റ്സുകൾ വരുന്ന സെയിം പോട്ടുകൾ അങ്ങനെ തന്നെയാണ് നമ്മൾ കയറ്റി വിടുന്നത്. അപ്പോൾ പ്ലാന്റ്സുകൾക്ക് ഇളക്കം തട്ടാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് വെയിലത്തേക്ക് തന്നെ വെക്കുകയും ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ റീപോർട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളും ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് പെറ്റ് സർവീസ് വഴി എടുക്കാൻ നോക്കാം. മാക്സിമം വലിയ ചെടികളൊക്കെ എപ്പോഴും പെറ്റ് സർവീസ് വഴി എടുക്കുകയാണ് നല്ലത്. പിന്നെ പെറ്റ് സർവീസ് എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ റൂട്ടിലും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊറിയറുകൾ അയക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടുന്ന് പ്ലാന്റ്സുകൾ പോകുന്നത് വിത്ത് പോട്ടോടുകൂടി തന്നെയാണ് പോകുന്നത്. വിത്ത് പോട്ടോടി വരുന്ന പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ഇപ്പോൾ റീപോർട്ട് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് കുറച്ച് ദിവസം നിങ്ങൾക്ക് വീട്ടിൽ പ്ലാന്റ്സുകളെല്ലാം കീപ്പ് ചെയ്ത് കുറച്ച് ദിവസം ശേഷം റീപോർട്ട് ചെയ്താൽ മതി. എപ്പോഴും റീപോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, റീപോർട്ട് ചെയ്ത ഉടൻ തന്നെ വെയിലത്തേക്ക് വെക്കരുത്. കുറച്ച് ദിവസം, അത് ഒരു 1 വീക്ക് എങ്കിലും തണലത്ത് വെച്ച് പോട്ടിൽ സെറ്റായതിന് ശേഷം മാത്രമേ റീപോർട്ട് ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും റീപോർട്ട് ചെയ്യുമ്പോൾ വലിയ പോട്ടുകൾ തന്നെ സെലക്ട് ചെയ്യാം. നിങ്ങൾക്കൊരു 10 ഇഞ്ച് മുതൽ മുകളിലേക്കുള്ള പോട്ടുകൾ സെലക്ട് ചെയ്യാം. പിന്നീട് ബൊഗൻവില്ലയുടെ റീപോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വലിയ പോട്ടുകൾ തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് പോട്ടി മിക്സോ കാര്യങ്ങളോ അറിയില്ലാത്തവർക്ക് മെസ്സേജിലിട്ട് വാട്സപ്പിൽ മെസ്സേജിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഒത്തിരി നീണ്ടു പോകുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല കേട്ടോ. കാരണം വീഡിയോ ഒന്നും ഒരുപാട് പ്ലാൻസുകളുള്ളതിന് ഒത്തിരി നേരമായി പോകും വീഡിയോസ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഒരുപാട് പേർക്ക് വിത്ത് പോട്ടോട് വലിയ പ്ലാന്റ്സുകളൊക്കെ വിത്ത് പോട്ടോടുകൂടി അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ വിത്ത് പോട്ടോടുകൂടി പ്ലാന്റ്സുകൾ കിട്ടിയവർക്കൊക്കെ നമ്മുടെ ചാനലിൻ്റെ താഴെ വന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം കേട്ടോ. അപ്പോൾ കമൻറ്റുകളിൽ നിന്ന് ലക്കിയിട്ട് ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അടിപൊളി ഒരു ഗിഫ്റ്റ് തന്നെയാണ് നമ്മൾ ഇന്നും കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം, എങ്ങനെയാണ് നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കമൻറ്റുകൾ ചെയ്ത് നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ കമൻറ്റുകൾ മാത്രമാണ്, നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യുന്നവർ കോള് ചെയ്തതിന് ശേഷം മാത്രം വരിക കേട്ടോ. കാരണം നിങ്ങൾ പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാവണമെന്നില്ല. ഞങ്ങൾ ഒത്തിരി ദൂരെയൊക്കെ പോയിട്ടാണ് പ്ലാന്റ്സുകൾ കൊണ്ടുവരുന്നത്. അതായത് ഇപ്പോൾ ഇത്രയും വെറൈറ്റി പ്ലാന്റ്സുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഒരു സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്ന പ്ലാന്റ്സുകളല്ല, പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് കൊണ്ടുവരുന്ന പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ പലയിടത്തുമായിട്ട് നമുക്ക് പ്ലാന്റ്സുകൾ എടുക്കാനായിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ കോള് ചെയ്തതിന് ശേഷം മാത്രം വരിക കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് കാണാം. ഇതാണ് തായ് പ്രിൻസസ് എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ.
തായ് പ്രിൻസസിൻ്റെ ഒരു പ്ലാന്റാണ്. നിങ്ങൾക്കറിയാം തായ് പ്രിൻസസിൻ്റെ റേറ്റ് ഒക്കെ എത്രയാണെന്ന് അറിയാവുന്നതാണ്. അപ്പോൾ തായ് പ്രിൻസസിൻ്റെ ഒരു ചെറിയ പ്ലാന്റാണ് നമ്മളിന്ന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മളിന്ന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകളൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ നോക്കുമ്പോൾ എനിക്ക് കമൻറ്റുകൾ ഇഷ്ടപ്പെട്ട് ഞാൻ ആ കമൻറ്റുകൾ റിമൂവ് ചെയ്ത് കളയുള്ളൂ കേട്ടോ. ഒത്തിരി പേര് ചില ചെടികൾക്കൊക്കെ വില കൂടുതലാണെന്ന് പറയാറുണ്ട് കേട്ടോ. പ്ലാന്റ്സുകൾ പലർക്കും പല സ്ഥലത്തു നിന്നാണ് കിട്ടുന്നത്, പല റേറ്റിനാണ് കിട്ടുന്നത്. ഓരോരുത്തർക്കും കിട്ടുന്ന റേറ്റിനനുസരിച്ച് തന്നെയാണ് അവർ പ്ലാന്റ്സുകളുടെ റേറ്റ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് പ്ലാന്റുകൾ വാങ്ങിക്കാം. നിങ്ങൾക്ക് വില കുറവുണ്ടെന്ന് തോന്നുക എവിടെ നിന്നാണോ അവിടെ നിന്ന് പ്ലാന്റ്സുകൾ വാങ്ങിക്കാം. നമ്മൾ നിർബന്ധിക്കുന്നില്ല നിങ്ങൾ നമ്മുടെ അടുത്ത് പ്ലാന്റ്സുകൾ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ ചെയ്യാം. നിങ്ങളുടെ കമൻറ്റുകൾ മോശമായിട്ടുള്ള കമൻറ്റുകളാണെങ്കിൽ ഞാൻ ആ കമൻറ്റ് റിമൂവ് ചെയ്യുക തന്നെ ചെയ്യൂ കേട്ടോ. ഇന്ന് വന്നിരിക്കുന്ന പ്ലാന്റുകൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റുകൾ, അത്യാവശ്യം റെയർ പ്ലാന്റുകളൊക്കെയാണ് കേട്ടോ. അതിനൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സുകൾക്ക് അപ്പോൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും വലിയ വിലയൊന്നും കൊടുത്ത് പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിൽ ചെറിയ വിലയുടെ പ്ലാന്റ്സുകൾ കൂടി നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പരിഗണിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ താരം എന്ന് പറയുന്നത് തായ്ലൻഡ് ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന മൾട്ടി ഗ്രാഫ്റ്റഡ് ബോഗിൻവില്ല പ്ലാന്റ്സ് ആണ് കേട്ടോ. മൾട്ടി ഗ്രാഫ്റ്റഡ് ബോഗിൻവില്ല പ്ലാന്റ്സുകൾ നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെയാണ് പ്ലാന്റ്സുകൾ വന്നിരിക്കുന്നത് കേട്ടോ. ഓരോന്നിലും 3 കളേഴ്സാണുള്ളത്. എല്ലാം ചില്ലി വെറൈറ്റീസാണ്. ഇത് തായ്ലൻഡ് ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരു മൾട്ടി ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന പ്ലാന്റ്സ് ഇതുപോലെ നമുക്ക് കെട്ടിയെടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് സെയിൽ പ്ലാന്റ് വരുന്നത്. 3 കളേഴ്സാണ് ഇതിനകത്തുള്ളത് കേട്ടോ. ചില്ലി യെല്ലോ, ചില്ലി റെഡ്, ഫയർപ്പിൾ ഓറഞ്ച്, ചില്ലി പിങ്ക്, ഈ ഒരു വെറൈറ്റീസാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മൾട്ടി ഗ്രാഫ്റ്റഡ് ബോഗിൻവില്ല പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 2500 2500 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൽ കൂടുതൽ ഭാഗം പ്രീ ബുക്ക് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. നമുക്ക് അധികം സ്റ്റോക്ക് അവൈലബിൾ അല്ല. ഇതുപോലെ അറേഞ്ച് ചെയ്ത് നമുക്ക് നല്ല ഭംഗിയാക്കി അറേഞ്ച് ചെയ്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മൾട്ടി ഗ്രാഫ്റ്റഡ് ബോഗിൻവില്ല പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 2500 ആണ്. ഈ രീതിയിലുള്ള മൾട്ടി ഗ്രാഫ്റ്റഡ് ബോഗിൻവില്ല പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ മെഗാ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ മിസ് ഹോളണ്ട് തന്നെയാണ് കേട്ടോ. അടിപൊളി പ്ലാന്റ്സ് തന്നെയാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ് കേട്ടോ. മിസ് ഹോളണ്ട് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് അത്ര ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. എന്തൊക്കെ കളർന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. വെയിൽ കിട്ടുന്തോറുമാണ് ഇത്രയും കളേഴ്സുകൾ വരുന്നത് കേട്ടോ. വെയിൽ കിട്ടാതിരിക്കുമ്പോൾ വൈറ്റ് കളറും ചെറിയൊരു പിങ്ക് കളറും മാത്രമാണുള്ളൂ. അപ്പോൾ സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ചാണ് പ്ലാന്റ്സിൻ്റെ കളറുകൾ മാറുന്നത് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നമുക്കൊരു 4-5 പ്ലാന്റ്സോളം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മിസ് ഹോളണ്ട് ഇത് നല്ലൊരു മലേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മിസ് ഹോളണ്ട് ഇന്നത്തെ റേറ്റ് വന്ന് 2200 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. 2200 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വിങ് ആൻഡ് ക്വീനായ അഡർന മഹാറാണി ചെടികളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രമാത്രം പ്ലാന്റ്സുകൾ കൊണ്ടുവന്നാലും വലിയ പ്ലാന്റ്സുകളൊന്നും തികയാറില്ല. കുറച്ച് പേര് പ്ലാന്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് കൊടുക്കാനായിട്ട് തികഞ്ഞിരുന്നില്ല. പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നതാണ്. അഡർനയുടെ ചെടികളും അതുപോലെ തന്നെ മഹാറാണിയുടെ ചെടികളും. അപ്പോൾ അഡർനയെ പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുള്ളതാണ്, കാണിക്കാറുള്ളതാണ്. 7-8 കളറുകളൊക്കെ ആയിട്ടാണ് ഓരോ പ്ലാന്റ്സുകളുടെ പൂക്കൾ വിരിയുന്നത് കേട്ടോ. പല പല കളറുകളാണ്. ഭയങ്കര ഭംഗി തന്നെയാണ്. എന്താ പറഞ്ഞറിയിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. ഇതുപോലെയാണ് പ്ലാന്റ്സുകളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ പൂക്കളുടെ ഭംഗി, പൂക്കളുടെ ഒരു രാജാവും റാണിയുമാണ് അഡർന ചെടി എന്ന് പറയുന്ന ഈ ചെടികളും അതുപോലെ മഹാറാണിയും. മഹാറാണി കാണിക്കുകയാണെങ്കിൽ പല പല കളറുകളായിട്ട് വരുന്ന ചെടിയാണ് മഹാറാണി ചെടികൾ. കളറുകളെല്ലാം ചേഞ്ച് ആവുന്നത് സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ചാണ്. അത്യാവശ്യം നല്ല സൈസുള്ള ചെടികൾ കണ്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ മഹാറാണിയിൽ വന്നിരിക്കുന്ന ഏറ്റവും ടോപ്പിൽ ഒരു സ്റ്റെമ്മിൽ വന്നിരിക്കുന്ന വൈറ്റാണ്. അപ്പം ചിലപ്പോൾ നിങ്ങളുടെ മേടിച്ചിരിക്കുന്ന മഹാറാണി, അതായത് 1000 റുപ്പീസിൻ്റെ മഹാറാണി മേടിച്ചവർക്ക് ചിലപ്പോൾ ആദ്യം വരുന്ന പൂവ് ചിലപ്പോൾ വൈറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അയ്യോ വൈറ്റ് ആയി പോരോ എന്ന് വിചാരിക്കരുത്. ഇതിൻ്റെതായി ഒരു സ്റ്റെമ്മിൽ വൈറ്റ് പോകുന്നുണ്ടാവും. ഇതിൻ്റെ അടുത്ത സ്റ്റെമ്മിൽ വന്നിരിക്കുന്ന പൂവ് കണ്ടോ ഇങ്ങനെ. അപ്പോൾ പല പല ഷെയ്ഡിലായിരിക്കും വരുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന പൂവുണ്ട്, അത് വേറൊരു വെറൈറ്റിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് മഹാറാണി ചെടികളിൽ പൂക്കൾ വരുന്നത് കേട്ടോ. അപ്പോൾ അടർന മഹാറാണി ചെടികളാണ് വരുന്നത്. അപ്പോൾ അടർനയ്ക്കും മഹാറാണിക്കും വലിയ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 1400 ആണ്. അടർനയ്ക്കും അതുപോലെ തന്നെ മഹാറാണിക്കും റേറ്റ് വരുന്നത് കേട്ടോ.
ഇനി ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് ചെറിയ പ്ലാന്റ്സും അവൈലബിൾ ആണ്. അതിൻ്റെ സൈസ് ഒന്ന് നോക്കാം. അപ്പോൾ അടർന്ന ചെടിയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് റേറ്റ് വരുന്നത്. 1000 റുപ്പീസാണ് റേറ്റ് വരുന്നത്. 2 പ്ലാന്റ്സും കൂടി എടുക്കുന്നവർക്ക് 1900 രൂപയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ മഹാറാണിയിൽ ഫ്ലവർ ഇല്ല, ഫ്ലവറായി വരുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഈ ഒരു സൈസുള്ള മഹാറാണിയിൽ ചിലതൊക്കെ ഫ്ലവറായി വരാറുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഫ്ലവർ ഉള്ളതാണ് ഈ ഒരു സൈസുള്ള കിട്ടിയിരുന്നത്. പക്ഷേ അടർണയിൽ എന്തായാലും ഫ്ലവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ 1900 ആണ് കോംബോ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഓരോ പ്ലാന്റിന് റേറ്റ് വരുന്നത് 1000 രൂപ വെച്ചിട്ടാണ്. മദർ പ്ലാന്റ് കാണാത്തവർക്ക് ഒന്നുകൂടി കാണിക്കുവാണ്. ഇതാണ് മഹാറാണി ചെടി വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് അടർണ എന്ന് പറയുന്ന ചെടി വരുന്നത്. അടുത്തൊരു വെറൈറ്റി വരുന്നത് ഓറഞ്ച് ഐസ് എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ. ലീഫ് ഇതുപോലെ വെരിഗേറ്റഡ് ആണ്. ഫ്ലവർ വരുന്നത് 2 ഷെയ്ഡായിട്ടാണ് ഫ്ലവർ വരുന്നത് കേട്ടോ. ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 240 240 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നമ്മൾ ചെറിയ വിലയുടെ പ്ലാന്റുകൾ കൂടി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് കേട്ടോ. എല്ലാവർക്കും വില കൊടുത്തൊന്നും പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ വിലയുടെ പ്ലാന്റ്സുകൾ കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓറഞ്ച് ഐസിൻ്റെ റേറ്റ് വരുന്നത് 240. അടുത്തൊരു വെറൈറ്റി വരുന്നത് ബ്രീസ പിങ്ക് ആണ് കേട്ടോ. അടിപൊളി ഒരു മലേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റി പ്ലാന്റ് ആണ് ബ്രീസ പിങ്ക് എന്ന് പറയുന്നത്. നല്ല ഹെവി ബുഷായിട്ട് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഇതിനു മുമ്പ് സെയിലിന് ബ്രീസ പീച്ച് ഉണ്ട്, ബ്രീസ റെഡ് വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ബ്രീസ പിങ്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മാർക്കറ്റിൽ ഇത് കിട്ടാൻ കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രീസ പിങ്കിന് ഇന്നത്തെ റേറ്റ് വരുന്നത് 2700 ആണ് റേറ്റ് വരുന്നത്. 2700 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നമുക്ക് 3 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അടുത്തൊരു വെറൈറ്റി വരുന്നത് പൂന പർപ്പിൾ ആണ് കേട്ടോ. നമുക്ക് പൂന പർപ്പിളിൻ്റെ ചെറിയ പ്ലാന്റ് നേരത്തെ സെയിലിന് വന്നിരുന്നു. ഇപ്പോൾ വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഫ്ലവറൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ലൈറ്റ് പർപ്പിൾ കളറായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ്. ഇത് 8 ഇഞ്ച് പോട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ നമുക്ക് ചെറിയ പോട്ടിൽ ചെറിയ പ്ലാന്റ് ആണ് വന്നിരുന്നത്. ഇതിപ്പോൾ 8 ഇഞ്ച് പോട്ടിൽ വന്നിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 240 240 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നു ലോല എന്ന് പറയുന്ന വെറൈറ്റി കൊണ്ടുവരാനായിട്ട്. അതായത് ഹാങ്ങിങ് വെറൈറ്റി ആണ്. നല്ല അടിപൊളി ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ് ലോല എന്ന് പറയുന്ന പ്ലാന്റ്സ്. ഈ തന്നെയാണ് ഒരു പർപ്പിൾ കളർ തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയൊക്കെ കാണാനൊക്കെ ഉണ്ട്. നല്ല വലിയ പോട്ടിൽ തന്നെയാണ്, ഹാങ് ചെയ്യുന്ന പോട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോല എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ലോലയ്ക്ക് റേറ്റ് വരുന്നത് 1450 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. 1450 രൂപയാണ് റേറ്റ് വരുന്നത്. കുറച്ച് പേര് ഈ ലോല കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു കേട്ടോ. നമുക്കിത് സെയിലിന് ഇതുവരെ വന്നിരുന്നില്ല. ആദ്യമായിട്ടാണ് നമുക്കിത് സെയിലിന് വരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ് പ്രിൻസസ് ആണ് കേട്ടോ. തായ് പ്രിൻസസിൻ്റെ നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട്. അപ്പോൾ തായ് പ്രിൻസസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ചുകൂടി ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പോലും ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ തായ് പ്രിൻസസിൻ്റെ ഇന്ന് നമുക്ക് തായ് പ്രിൻസസ് 650 മുതലുള്ള പ്ലാന്റ്സുകൾ നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ പ്ലാന്റുകളാണ് എങ്കിൽ പോലും ഫ്ലവർ ഉള്ള പ്ലാന്റാണ് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചില്ലി യെല്ലോയുടെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ചില്ലി യെല്ലോയുടെ വലിയ പ്ലാന്റ്സ് ആണ്. റേറ്റ് വരുന്നത് 450. ഇനി ചില്ലി യെല്ലോയുടെ നമുക്ക് 320 300 റേറ്റിൻ്റെ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് വലിയ പ്ലാന്റ്സ് വന്നിരിക്കുന്നതാണ്. റേറ്റ് വരുന്നത് 450. ഇനി ചിലവർക്കൊക്കെ വലിയ പ്ലാന്റ്സുകളാണ് ഇഷ്ടം, ചിലവർക്ക് ചെറിയ പ്ലാന്റ് ആണ് താല്പര്യം. അപ്പോൾ എല്ലാവരെയും മാനിച്ചുകൊണ്ടാണ് നമ്മൾ ചെറിയതും വലുതും കൊണ്ടുവരുന്നത് കേട്ടോ. നമുക്ക് വരുന്ന അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് മൊണാലിസ യെല്ലോയാണ് കേട്ടോ. നമുക്ക് മൊണാലിസ യെല്ലോ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം പ്ലാന്റ്സ് വന്നുള്ളൂ. പക്ഷേ നമുക്ക് ഇത്രയും ഹെവി ബുഷായിട്ടുള്ള മൊണാലിസ നമുക്ക് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും ഹെവി ബുഷ്. അതും വന്നിരിക്കുന്നത് ഒരു 10 ഇഞ്ച് പോട്ടിൽ, വലിയ പോട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. വലിയ പോട്ട് സൈസിൽ ഹെവി ബുഷായിട്ടുള്ള മൊണാലിസയാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് സാധാരണ നമുക്ക് കുറച്ചുകൂടി പൊക്കം കൂടിയിട്ടുള്ള പ്ലാന്റ്സാണ് വരാറുള്ളത്. പക്ഷേ ഇത് നല്ല ബുഷായിട്ട് നിൽക്കുന്ന വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് റേറ്റ് വരെ 650 ആണ്. നമുക്ക് ഇതിനു മുമ്പ് ഇതിന് 450യുടെ പ്ലാന്റ്സാണ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റ് സൈസ് ഉണ്ടായിരുന്നില്ല, ഇത്രയും വലിയ പോട്ടുകളായിരുന്നില്ല വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പോട്ട് സൈസ് വ്യത്യാസമുണ്ട്, പ്ലാന്റ് സൈസ് വ്യത്യാസമുണ്ട്. 650 ആണ് ഈ ഒരു മൊണാലിസ മൊണാലിസ യെല്ലോയ്ക്ക് റേറ്റ് വരുന്നത് കേട്ടോ.
ഇനി നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് ബ്രൗൺ ആണ്. ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. ഫ്ലവർ ഇട്ട് നല്ല അടിപൊളി നല്ല ബുഷായിട്ട് നിൽക്കുന്ന ചോക്ലേറ്റ് ബ്രൗൺ പ്ലാന്റ് ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന്. അപ്പോൾ ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറയുമ്പം ചോക്ലേറ്റിൻ്റെ കളർ തന്നെയാണ് ഫ്ലവറിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 630 630 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അതുപോലെ അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാണത് ഗോൾഡൻ സൺഷൈൻ ആണ് കേട്ടോ. ഗോൾഡൻ സൺഷൈൻ ഇതാ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ കളറുകളെല്ലാം പല പല കളറുകളാണ് കേട്ടോ. ഒരു 7-8 കളറോളം ഷെയ്ഡാണ് ഗോൾഡൻ സൺഷൈന് വരുന്നത്. നമുക്ക് അടർന്നയ്ക്ക് പല കളറുകളിൽ വരുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഗോൾഡൻ സൺഷൈനും പല പല കളറുകളാണ് വരുന്നത്. കളറുകൾ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 660 660 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഫ്ലവർ ഇട്ട പ്ലാന്റ്സുകളാണ് ഗോൾഡൻ സൺഷൈൻ വന്നിരിക്കുന്നത് കേട്ടോ. ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ തിമാർ റെഡ് ആണ് കേട്ടോ. തിമാർ റെഡ് എന്ന് പറയുമ്പം ലീഫിന് കുറച്ച് വെരിഗേഷനൊക്കെ ആയിട്ട് ഫ്ലവർ റെഡ് എന്ന് പറയുമ്പോൾ ഡാർക്ക് റെഡ് അല്ല കേട്ടോ കളർ വരുന്നത്. ഈ ഒരു കളറാണ് വരുന്നത്. ഇതിൻ്റെ ഡാർക്ക് തിമാർ റെഡ് എന്നതിൻ്റെ ഐഡിയ ആണ് വരുന്നത്. ഇതിൻ്റെ ലീഫ് ഇതുപോലെ ചെറിയൊരു വെരിഗേഷൻ യെല്ലോ വെരിഗേഷൻ ആയിരിക്കും. അപ്പോൾ തിമാർ റെഡിൻ്റെ വലിയ പ്ലാന്റ്സ് ഇത്രയും സൈസിലുള്ള വലിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് തിമാർ റെഡിൻ്റെ പ്ലാന്റ്സ് നമുക്ക് 3-4 പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 600 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന വെറൈറ്റിയാണ് തായ് സുവർണ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു 4-5 പ്ലാന്റുകൾ നമുക്ക് വന്നിരുന്നു. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടപ്പോൾ തന്നെ പ്ലാന്റ്സുകളെല്ലാം സോൾഡ് ഔട്ട് ആയി പോയിരുന്നു. പിന്നീട് ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് ചോദിച്ചിരുന്നു, പ്ലാന്റ്സ് തീർന്നേക്കുമായിരുന്നു. അപ്പോൾ നമുക്കിതാ ഇന്ന് സ്റ്റോക്ക് തായ് സുവർണ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ഫ്ലവറോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം വന്നത്. അപ്പോൾ നമുക്ക് അത് കുറേ ഫ്ലവറൊക്കെ പൊഴിഞ്ഞു പോയിരുന്നു. ഇന്നും നമുക്ക് ഒത്തിരി ഫ്ലവറോട് കൂടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. തായ് സുവർണ എന്നാണ് പേര് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 850 ആണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റ്സ് തന്നെയാണ്. ഇന്നിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നല്ല ഫ്ലവറൊക്കെ ഇപ്പം നിലവിൽ ഇതിലെല്ലാത്തിലും തന്നെ ഫ്ലവറൊക്കെ ഉണ്ട് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ജുവലിൻ്റെ ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ. ജുവൽ പീച്ച് ഈ ഒരു ഷെയ്ഡ്, അതുപോലെ തന്നെ ജുവൽ പിങ്ക്, അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡ്, അങ്ങനെ 3 കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 കളറിനും കൂടി റേറ്റ് വരുന്നത് കോംബോ റേറ്റ് വരുന്നത് 900 ആണ്. ഇനിയിപ്പോൾ ഈ ഒരു ഷെയ്ഡ് മാത്രമാണെങ്കിൽ ഇതിന് 350 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ സെക്കൂറ ബെല്ലാക്കയാണ് കേട്ടോ. ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ചെടിയാണ് സെക്കൂറ ബെല്ലാക്ക. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടും നമുക്ക് തികഞ്ഞിരുന്നില്ല. ഇത്തവണ നമുക്ക് 5 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ലീഫ് ഇതുപോലെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇന്ന് ഈ സെക്കൂറ ബെല്ലാക്ക നമുക്ക് ഹാങ് ചെയ്യാനും നല്ലൊരു വെറൈറ്റി ചെടി തന്നെയാണ് കേട്ടോ സെക്കൂറ ബെല്ലാക്ക. ഈ സെക്കൂറ ബെല്ലാക്കയുടെ നല്ല ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി കളറുകൾ തെളിഞ്ഞ് വരാനുണ്ട് സെക്കൂറയ്ക്ക്. അപ്പോൾ ഈ സെക്കൂറയുടെ ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 1300 രൂപയാണ് റേറ്റ് വരുന്നത്. 1300 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. വന്നിരിക്കുന്ന ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചില്ലി ഐസ്ക്രീമാണ് കേട്ടോ. നമുക്ക് കുറേ ആയിട്ട് ചില്ലി ഐസ്ക്രീമിൻ്റെ പ്ലാന്റ്സുകൾ വന്നിരുന്നില്ല. അപ്പോൾ ആ ചില്ലി ഐസ്ക്രീമിൻ്റെ ഫുള്ള് ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതാ ഫ്ലവർ ഇട്ട നല്ല നിറച്ചും ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു സൈസിലുള്ള ചില്ലി ഐസ്ക്രീമാണ് വരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 450 ആണ് റേറ്റ് വരുന്നത്. കുറച്ചുകൂടി കളറുകൾ തെളിഞ്ഞ് വരാനായിട്ട് ചില്ലി ഐസ്ക്രീമിൻ്റെ നല്ല ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ്. ഫുൾ ഫ്ലവർ ഇട്ട പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 450. ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ മാർബിൾ വൈറ്റ് ആണ് കേട്ടോ. മാർബിൾ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ടോപ്പ് റയർ വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ് മാർബിൾ വൈറ്റ് വരുന്നത്. അപ്പോൾ മാർബിൾ വൈറ്റ് എന്ന് പറയുമ്പോൾ ആ ലീഫൊക്കെ ഇങ്ങനെ മാർബിൾ പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. പൂക്കളില്ലെങ്കിലും കാണാനായിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആണ് മാർബിൾ വൈറ്റ്. അപ്പോൾ മാർബിൾ വൈറ്റിന് നമുക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് 1700 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. 1700 രൂപയാണ് മാർബിൾ വൈറ്റിന് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. നല്ലൊരു മലേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ അവർക്കും കൂടിയുള്ള പ്ലാന്റ്സുകളാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ബുഷായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ മാർബിൾ വൈറ്റ് വന്നിരിക്കുന്നത്. നല്ല ബുഷായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇത് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഐറ്റമാണ് കയാട്ട എന്ന് പറഞ്ഞ വെറൈറ്റി കേട്ടോ. കയാട്ട എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്, ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് ആണ് കയാട്ട. ഏതാണ്ട് ഒരു ബ്രിസ പീച്ചിൻ്റെ ഒക്കെ ഒരു ലുക്കാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള കയാട്ട എന്ന് പറഞ്ഞ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 400 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ അടർണയുടെ യെല്ലോ അടർണയാണ് കേട്ടോ. കുറേ പേര് ആവശ്യപ്പെട്ടിരുന്നു യെല്ലോ അടർണ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ യെല്ലോ അടർണയുടെ ചെറിയ സൈസ് പ്ലാന്റ് ഈ ഒരു സൈസുള്ള ഫ്ലവർ ഇട്ട ചെറിയ സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 550 രൂപയാണ് റേറ്റ് വരുന്നത്.
അതുപോലെ തന്നെ അടർണയുടെ വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 800 ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് കേട്ടോ. 800 രൂപയാണ് വലിയ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 550. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വരുന്നത് പിങ്ക് പേച്ച് എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ. പിങ്ക് പേച്ചിൻ്റെ ഫ്ലവറാണ്. ഇങ്ങനെയാണ് പിങ്ക് പേച്ച് വരുന്നത്. കുറച്ചുകൂടി കളർ വരാനുണ്ട് കേട്ടോ. പിങ്ക് പേച്ച് കുറച്ച് റയർ പ്ലാന്റ് തന്നെയാണ്. നല്ല അടിപൊളി മലേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റി തന്നെയാണ്. പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 1400 രൂപയാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം വലിയ ചെടി തന്നെയാണ് പിങ്ക് പേച്ച് വന്നിരിക്കുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി വരുന്നത് മിസ് വേൾഡ് ആണ് കേട്ടോ. മിസ് വേൾഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. 550 ആണ് റേറ്റ് വരുന്നത്. വൈറ്റ് ഫ്ലവർ ആയിരിക്കും കേട്ടോ ആദ്യം വരിക. അപ്പോൾ വൈറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് വെയിലൊക്കെ കിട്ടുന്നതനുസരിച്ചാണ് കളർ മാറി ഒരു പിങ്കിലേക്ക് മാറുന്നത്. റേറ്റ് വരുന്നത് 550. അടുത്തൊരു വെറൈറ്റി വരുന്നത് വീര പിങ്ക് ആണ് കേട്ടോ. വീര പിങ്കിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്, നല്ല വലിയ പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 480, 480 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തൊരു വരുന്നത് വൈറ്റിൻ്റെ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആട്ടോ. നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട്. ഈ ഒരു സൈസിലുള്ള വൈറ്റ് നല്ല അടിപൊളി ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഈ ഒരു സൈസിലുള്ള വൈറ്റ് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 370, 370 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ സൺറൈസ് വൈറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗി തന്നെയുള്ള പ്ലാന്റ് ആണ് സൺറൈസ് വൈറ്റ്. അപ്പോൾ സൺറൈസ് വൈറ്റിന് അത്യാവശ്യം വലിയ ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് സൺറൈസ് വൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 850, 850 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. വലിയ ചെടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര റേറ്റ് വന്നിരിക്കുന്നത്. പിന്നെ സൺറൈസ് വൈറ്റ് അത്യാവശ്യം മാർക്കറ്റിൽ ഡിമാൻഡുള്ള പ്ലാന്റ്, അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അതൊരു വെറൈറ്റിയാണ്, നമുക്ക് അൺനോൺ ആണ്. ഐഡിയ അറിയത്തില്ല. പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 550. അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ്. റേറ്റ് വരുന്നത് 550. അടുത്തൊരു വെറൈറ്റി പ്ലാന്റ്സ് അൺനോൺ തന്നെയാണ്. റേറ്റ് വരുന്നത് 550 ആണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ നമുക്ക് 2 പ്ലാന്റ്സ് 3 പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. മറ്റേ തൊട്ട് മുമ്പ് കാണിച്ച പ്ലാന്റ്സ് ഒരു പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ 3 പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അടുത്തൊരു വെറൈറ്റി വരുന്നത് ഡോക്ടർ റാവു ഓറഞ്ച് ആണ്. ഡോക്ടർ റാവു ഓറഞ്ചിൻ്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 240, 240 രൂപയാണ് റേറ്റ് വരുന്നത്. ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചില്ലി ഓറഞ്ച് ആണ് കേട്ടോ. ചില്ലി ഐറ്റത്തിൻ്റെ ചില്ലി ഓറഞ്ച് ആണ്. ചില്ലി ഓറഞ്ചിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 470, 470 രൂപയാണ് റേറ്റ് വരുന്നത്. ചില്ലി ഓറഞ്ചിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്, ഈ ഒരു സൈസുള്ള പ്ലാന്റും കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 300, 300 രൂപയാണ് റേറ്റ് വരുന്നത്. ചില്ലി യെല്ലോയുടെ ഈ ഒരു സൈസുള്ള ചെറിയ പ്ലാന്റ്, അതുപോലെ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 320 ആണ് റേറ്റ് വരുന്നത്. 320 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഫൈറോപ്പൽ ഓറഞ്ച്. ഫൈറോപ്പൽ ഓറഞ്ചിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. ഫൈറോപ്പൽ ഓറഞ്ചിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 500, 500 രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് കേട്ടോ. ഇനി ഫൈറോപ്പൽ ഓറഞ്ചിൻ്റെ കുറച്ചുകൂടി ചെറിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടി നമുക്കൊന്ന് കാണാം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റും കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 400, 400 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബി റെഡ് ആണ് കേട്ടോ. ബീട്രൂട്ടിൻ്റെ കളറാണ് റൂബി റെഡിന് വരുന്നത്. റൂബി റെഡിന് ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. 650 രൂപയാണ് റൂബി റെഡിന് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഫ്ലെയിം റെഡും കൂടി അവൈലബിൾ ആണ്. ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ്സും കൂടി അവൈലബിൾ ആണ്. ഫ്ലെയിം റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 650 രൂപയാണ്. കോംബോ റേറ്റ് വരുന്നത് 1200 രൂപയാണ് കോംബോ റേറ്റ് വരുന്നത്. 2 പ്ലാന്റ്, റൂബി റെഡ്, ഫ്ലെയിം റെഡ്. അതുപോലെ തന്നെ റൂബി റെഡിൻ്റെ കുറച്ചുകൂടി ചെറിയ പ്ലാന്റും ഫ്ലവർ ഇട്ട പ്ലാന്റ്, ചെറിയ പ്ലാന്റും റൂബി റെഡിൻ്റെ അവൈലബിൾ ആണ്. 420 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസുള്ള റൂബി റെഡിൻ്റെ റേറ്റ് വരുന്നത് 420 ആണ്. അതുപോലെ തന്നെ ഫ്ലെയിം റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. 350 ആണ് ഫ്ലെയിം റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത്. 350. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചില്ലി റെഡ് ആണ് കേട്ടോ. ചില്ലി റെഡിൻ്റെ ഈ ഒരു സൈസുള്ള വലിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. 450 ആണ് റേറ്റ് വരുന്നത്. ഇനി ചെറിയ പ്ലാന്റും ചെറിയ കവറിലുള്ള ചെറിയ പ്ലാന്റും അവൈലബിൾ ആണ്. 300 അതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ മൊണാലിസ റെഡ് ആണ് കേട്ടോ. റെഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് റെഡ് അല്ല, ഡാർക്ക് മജന്ത കളറാണ് കേട്ടോ. മൊണാലിസ റെഡ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 180. ഇന്നത്തെ റേറ്റ് വരുന്നത് 180 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലീഫൊക്കെ ഒരു വെറൈറ്റി ആണ് കേട്ടോ. ആലില പോലെയാണ് ഇതിൻ്റെ ലീഫൊക്കെ ഇരിക്കുന്നത് കേട്ടോ.
ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫ്ലവർ ഇട്ട സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് 480 480 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. 3-4 പ്ലാന്റ്സ് മാത്രമാണ് സെയിലിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. വെറൈറ്റി വരുന്ന ടാങ്ലോങ് പർപ്പിൾ എന്ന് പറഞ്ഞ ബൊഗെയിൻവില്ല കേട്ടോ. ഈ ഒരു സൈസിലുള്ള ഈ ഒരു സൈസല്ല, ഫ്ലവറിൻ്റെ പിക്കാണ് ഈ കാണിക്കുന്നത്. ഫ്ലവറിൻ്റെ പിക്കാണ് ടാങ്ലോങ് പർപ്പിൾ. അതുപോലെ തന്നെ ടാങ്ലോങ് പീച്ച്, ടാങ്ലോങ് പീച്ച്. അതുപോലെ തന്നെ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ട് ടാങ്ലോങ് റെഡ്, റെഡിൻ്റെ നല്ല കളർ കണ്ടോ, നല്ല കളറുള്ള റെഡിൻ്റെ പ്ലാന്റ്സ്. അപ്പോൾ ടാങ്ലോങ് റെഡ്, ടാങ്ലോങ് പീച്ച്, ടാങ്ലോങ് പർപ്പിൾ, ഇങ്ങനെ 3 കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ടാങ്ലോങ് റെഡിൻ്റെ ഫ്ലവർ ഇട്ട പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 750. അതുപോലെ തന്നെ ടാങ്ലോങ് പീച്ചിന് റേറ്റ് വരുന്നത് 700. ഫ്ലവർ ഇട്ട പ്ലാന്റാണ്. ഫ്ലവർ ഇട്ട പ്ലാന്റ് 700 ഉണ്ട്, മദർ പ്ലാന്റും ഉണ്ട്. 750യുടെ മദർ പ്ലാന്റുകളും അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ടാങ്ലോങ് പർപ്പിളിൻ്റെ നമുക്ക് 750യുടെ പ്ലാന്റ്സ് ഉണ്ട്. അതായത് ഫ്ലവർ വന്ന് തുടങ്ങിയ 750യുടെ പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലവർ ഇടാത്ത 600ൻ്റെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ സ്പ്ലാഷ്. ഈ ഒരു സൈസിലുള്ള ബട്ടർഫ്ലൈ സ്പ്ലാഷ് അത്യാവശ്യം ഒരു റയർ വെറൈറ്റി തന്നെയാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ല റേറ്റുള്ള ഒരു പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ സ്പ്ലാഷ്. ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തേക്കണതാണ് കേട്ടോ. ഫ്ലവറിൻ്റെ കളർ ഇതല്ല ശരിക്കും വരുന്നത്. ഞാൻ ഫ്ലവറിൻ്റെ കളർ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബട്ടർഫ്ലൈ സ്പ്ലാഷിന് ഇത്രയും ഉള്ള ബുഷായിട്ടുള്ള പ്ലാന്റ്സ്. നമ്മുടെ റേറ്റ് വരുന്നത് 450 450 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി ബട്ടർഫ്ലൈ വൈറ്റിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 300 രൂപയാണ് റേറ്റ് വരുന്നത്. വെറൈറ്റി ലേഡി ബേഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ്. ഇതാണ് ലേഡി ബേഡിൻ്റെ ഫ്ലവർ വരുന്നത്. നല്ല ഫ്ലവർ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്. ഇതൊരു ചെറിയ പ്ലാന്റ് ആണ്. അപ്പോൾ ലേഡി ബേഡാണ്. അപ്പോൾ ലേഡി ബേഡിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ. ഇച്ചിരി റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്ക് അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു പ്ലാന്റ്സ് ആണ് ലേഡി ബേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ലേഡി ബേഡിൻ്റെ പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള ലേഡി ബേഡിൻ്റെ റേറ്റ് വരുന്നത് 420 420 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഹവായ് വയലറ്റ് ആണ് കേട്ടോ. ഹവായ് വയലറ്റിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് നല്ല എൻക്വയറി വന്ന പ്ലാന്റ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് എൻക്വയറി വന്ന പ്ലാന്റ്സ് ആണ് ഹവായ് വയലറ്റ്. അത് നമുക്ക് അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്ലവർ ഇല്ലെങ്കിൽ ലീഫൊക്കെ വെരികേറ്റാണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇപ്പോൾ നമുക്ക് 1-2 പ്ലാന്റ്സ് ഫ്ലവർ ഇട്ടത് വന്നിട്ടുണ്ട്. ബാക്കി പ്ലാന്റ്സിന് ഫ്ലവർ ആകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹവായ് വയലറ്റ് ഇതാണ് കളർ വരുന്നത് കേട്ടോ. ഹവായ് വയലറ്റ് ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 450 450 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഹവായിയൻ വൈറ്റിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ്. ഇതും നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഹവായിയൻ വൈറ്റ് കേട്ടോ. അപ്പോൾ ഹവായ് വൈറ്റും ഹവായ് വയലറ്റുമാണ്. ഇതിന് റേറ്റ് വരുന്നത് 520. അത്യാവശ്യം മാർക്കറ്റിൽ നല്ല റേറ്റും നല്ല ഡിമാൻഡും ഉള്ളൊരു പ്ലാന്റ് ആണ് ഹവായ് വൈറ്റ് കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ പൂന വൈറ്റ് ആണ് കേട്ടോ. പൂന വൈറ്റിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. പൂന വൈറ്റ് ആണ് കേട്ടോ. പൂന വൈറ്റിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 180 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വിലയുടെ പ്ലാന്റ്സ് കൂടി കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത്രയും വിലയൊന്നും കൊടുത്ത് പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ കഴിഞ്ഞെന്നിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടി നമ്മൾ കുറഞ്ഞ വിലയുടെ പ്ലാന്റ്സ് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ പൂന വൈറ്റിൻ്റെ പ്ലാന്റ്സ് റേറ്റ് വരുന്നത് 180. ഇനി അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ചിത്ര എന്ന് പറഞ്ഞ പ്ലാന്റ്സ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ചിത്ര വന്നിരിക്കുന്നത്. കവറിലാണ് വന്നിരിക്കുന്നത്. ഫ്ലവറൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. 2, 3, 4 കളറൊക്കെയാണ് ഫ്ലവർ വരുന്നത്. വലിയ ചെടിയാണ് കേട്ടോ. അപ്പോൾ ചിത്രയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 250 250 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് നമുക്ക് ഇന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ്സുകൾ വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യുന്നവർ കോൾ ചെയ്തതിന് ശേഷം മാത്രം വരിക. അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യുക. കമൻറ്റുകളിൽ നിന്നും ലക്കി ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ്. ലക്കി വിന്നർ ആവാനായിട്ട് എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ പ്ലാന്റ്സുകളുടെ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.